ഞാൻ ഈ ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്ന അത് ആ ഒരു ഇത് പരിശോധിച്ചു. അതൊരു ഡോറാണ്. ഒരു പൊളിഞ്ഞ ഡോർ, ഒരു പൊളിഞ്ഞ ബാത്റൂം ഡോറ് പോലെയുള്ള ഒരു ഡോറിൻ്റെ മേലെ വെച്ചാണ് ഈ വിനീതിൻ്റെ ബോഡി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യാമ്പിൽ, ഒരു പോലീസിൻ്റെ ഉന്നത ട്രെയിനിങ് നടക്കുന്ന ക്യാമ്പിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട പ്രൈമറി ഫെസിലിറ്റീസ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. വിനീതിൻ്റെ കുടുംബക്കാരൻ കൂടിയായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സന്ദീപനാണ് അവൻ്റെ അവസാനത്തെ മെസ്സേജ് രാത്രി 8:59 അയച്ചിട്ടുള്ളത്. 8:46 അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ആ മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്തു മരണത്തിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചും അത് ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ് ഈ അവസാനത്തെ മെസ്സേജ്. ഇത് മരണമൊഴിയായി എടുക്കേണ്ട മെസ്സേജാണ്. പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം. വിനീതിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. മാത്രമല്ല ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കാര്യം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിക്കും. കേരളത്തിൽ പോലീസിൽ നടക്കുന്നത് വളരെ ക്രൂരവും മനുഷ്യാവകാശ ലംഘനവുമാണ്. അമിത ജോലിഭാരവും അതുപോലെ പോലീസ് ഉന്നത നേതൃത്വത്തിൻ്റെ സമീപനവും എല്ലാമായി നിന്നു പോകാൻ പറ്റാത്തതായ അവസ്ഥയിലും അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ പോലീസ് സേനയിൽ മരിക്കുന്ന സാഹചര്യവും അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഉയർത്തിയിട്ടുള്ളത്. പോലീസ് സേനയിൽ ഇന്ന് ഏത് സംവിധാനമാണെങ്കിലും ആ സംവിധാനത്തിൽ പ്ലഷർ ഇൻഡെക്സ് അളക്കുന്ന ആധുനിക സമൂഹത്തിൽ പ്രഷർ ഇൻഡെക്സ് അളക്കേണ്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ പോലീസ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഒരിക്കലും നമുക്ക് സംസാരിക്കാനോ പരിഗണിക്കാനോ സാധിക്കുന്നതിനപ്പുറമുള്ള ജോലി ഭാരത്തിൻ്റെ വലിയ മാനസിക ബുദ്ധിമുട്ട് പോലീസിൽ അനുഭവിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ശ്രീ വിനീതിൻ്റെയും മരണം. അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ മുഖ്യമന്ത്രിയെ കാണും, കത്തുകൾ കൈമാറും, കുടുംബത്തിന് നീതി ലഭ്യമാക്കാനുള്ള നടപടിയും ആവശ്യപ്പെടും. സന്ദേശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ മെസ്സേജ് ഒരു രാഹുലിനെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. രാഹുൽ ആരാണെന്നുള്ളത് നമുക്ക് പൂർണ്ണത കിട്ടിയിട്ടില്ല. AC അജിത് സാറിനെയും കാണിക്കണം എന്ന്. അപ്പോൾ അതൊരു മെസ്സേജാണ്. AC അജിത് സാർ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ അജിത്തിന് ഇതിൽ പങ്കാളിത്തം ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു മെസ്സേജാണ്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓട്ടത്തിൻ്റെ സമയം ഒന്ന് കൂട്ടണം, എൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു. പിന്നെ അനുബന്ധമായി ഇവരുടെ തന്നെ ടീമിലുള്ളതായിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞ് അവസാനം ചില കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. അപ്പോൾ എല്ലാം അത് ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണമല്ലോ. ഇതിൻ്റെ അവിടെ എന്തൊക്കെ നടന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്ന അത് ആ ഒരു ഇത് പരിശോധിച്ചു. അതൊരു ഡോറാണ്. ഒരു പൊളിഞ്ഞ ഡോർ, ഒരു പൊളിഞ്ഞ ബാത്റൂം ഡോറ് പോലെയുള്ള ഒരു ഡോറിൻ്റെ മേലെ വെച്ചാണ്
ഈ വിനീതിൻ്റെ ബോഡി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യാമ്പിൽ, ഒരു പോലീസിൻ്റെ ഉന്നത ട്രെയിനിങ് നടക്കുന്ന ക്യാമ്പിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട പ്രൈമറി ഫെസിലിറ്റീസ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഒരു ഡോറിൻ്റെ പാളിയിൽ ഒരാളെ വെച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എമർജൻസി ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് അവിടെ ഇല്ല, ഒരു മെഡിക്കൽ സ്ട്രക്ചർ പോലും അവിടെ ഇല്ല. അതിന് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.